കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീകിക്കൊണ്ട് അബി ആമിയെ വിളിച്ചു കൂവുന്നുണ്ട്. അനു, ഡി അനു, അച്ചു, അപ്പു. ഇവരൊക്കെ ഇതെവിടെ പോയി കിടക്കുക? ചോട്ടു, ചോട്ടു. ഞാൻ പറഞ്ഞതാ ഞാൻ തന്നെ ചെയ്തോളാന്ന്. അബി പിറുപിറുക്കുന്നുണ്ട്. ആമി, ആമി. അബി പിന്നെയും ആമിയെ വിളിച്ചു കൂവുന്നുണ്ട്. ഇതാണ് ഡോക്ടർ അഭിമന്യു മഹേശ്വർ. ഇന്ദിരാലയത്തിൽ പരേതരായ മഹേശ്വറിൻ്റെയും ഇന്ദിരാ മഹേശ്വറിൻ്റെയും ഏക ആൺതരി. ഇന്ദിര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെയും ഇന്ദിര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെയും മാനേജിംഗ് ഡയറക്ടർ. ആളൊരു കാർഡിയോളജിസ്റ്റാണ്. ആളെവിടെയോ പോവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. പാൻറ്റും ബനിയനും ധരിച്ചുകൊണ്ടാണ് പുള്ളിയുടെ ആ നിൽപ്പ്. നേരത്തെ അവൻ വിളിച്ച ഓരോരുത്തരായി ഇപ്പം മുറിയിൽ അണിനിരന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ ഭക്ഷണവുമായി നിൽക്കുന്നതാണ് ആമി എന്ന അമേയ മഹേശ്വർ, അബിയുടെ മൂത്ത പെങ്ങൾ. ആളിപ്പോൾ MBA കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അബിയെ ഹെൽപ്പ് ചെയ്യുന്നു. ആ ഷർട്ടും പിടിച്ച് നിൽക്കുന്നതാണ് അനു എന്ന അനിക മഹേശ്വർ. ആളിപ്പോൾ അവരുടെ തന്നെ മെഡിക്കൽ കോളേജിൽ MBBS അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. ഷൂസും പിടിച്ച് നിൽക്കുന്നത് അച്ചു എന്ന അഷിക മഹേശ്വർ. ആളിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. കയ്യിൽ ബെൽറ്റും സോക്സും പിടിച്ച് നിൽക്കുന്നതാണ് അപ്പു എന്ന അപർണ മഹേശ്വർ. ആളിപ്പോൾ +2 പഠിക്കുന്നു. പിന്നെ അതേ ബെഡിന് മുകളിൽ കയറി നിന്ന് അബിയുടെ തല ചീകി കൊടുക്കുന്ന മുതലാണ് ചോട്ടു എന്ന അവർണിക മഹേശ്വർ, അബിയുടെ കുഞ്ഞു പെങ്ങൾ, ചേട്ടൻ്റെ പെറ്റ് ആൻഡ് സ്പൈ വർക്കർ. ആളിപ്പോൾ 7th അബിയുടെ ലോകം തന്നെ അവൻ്റെ ഈ പെങ്ങന്മാരാണ്. അങ്ങനെ ഓരോരുത്തരായി തങ്ങളുടെ ജോലി ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഒരാൾ ഷർട്ട് ഇട്ട് കൊടുക്കുന്നു, ഒരാൾ ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നു, ഒരാൾ ഷൂസ് ഇട്ട് കൊടുക്കുന്നു, ഒരാൾ അവന് ഭക്ഷണം വാരി കൊടുക്കുന്നു. ഇല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ നേരാവണ്ണം ചെയ്യാത്തവരാണ് ഈ 5 എണ്ണവും. ഇന്ന് കാണിക്കുന്ന ഈ അമിത സ്നേഹത്തിന് പിന്നിലെ മറ്റൊന്നുമല്ല, തങ്ങൾക്കിഷ്ടപ്പെട്ട് തങ്ങൾ കണ്ടുപിടിച്ച പെണ്ണിനെ ചേട്ടൻ പെണ്ണ് കാണാൻ പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും കൂടി ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് ആ പെണ്ണിനെ പോയി കാണാൻ. പക്ഷെ അവൻ കൂട്ടാക്കിയിരുന്നില്ല. അവസാനം നമ്മുടെ ചോട്ടു നിരാഹാര സമരം പ്രഖ്യാപിച്ചപ്പോൾ പുള്ളി സമ്മതം മൂളി. ആമി, മതിയടി, ഇത് കൂടി കഴിക്കുക അബിയേട്ടാ. ആമി അവൻ്റെ വായക്ക് നേരെ ഭക്ഷണം നീട്ടിക്കൊണ്ട് പറഞ്ഞു. മതിയടി അനു, ഇനി ഞാൻ ഇട്ടോളാം. തൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കുന്ന അനുവിനെ നോക്കിക്കൊണ്ട് അബി പറഞ്ഞു. അത് പറ്റില്ല, ചിലപ്പോൾ ഈ കല്യാണം എങ്ങാനും സെറ്റായ ഞങ്ങൾക്ക് ഇനി ഇങ്ങനെയൊക്കെ പറ്റുമോ? അത് പറയുമ്പോൾ അനുവിൻ്റെ ഉള്ളിൽ കുഞ്ഞു നൊമ്പരം ഉടലെടുത്തിരുന്നു. അതാ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന്. ആമിയുടെ കല്യാണത്തിൻ്റെ കൂടെ ഞാനും കൂടി കെട്ടാനെന്നാ എങ്ങനെയാ ശരിയാവുക? എന്നാ അബിയേട്ടൻ ആദ്യം കെട്ടിക്കോ, എന്നിട്ട് ആമി ചേച്ചിയെ കെട്ടിക്കാം, അപ്പു പറഞ്ഞു. അതെങ്ങനെയാ? പെട്ടെന്ന് കല്യാണം വേണമെന്ന് പറഞ്ഞ് അവിടെ ഒരുത്തൻ കയറ് പൊട്ടിക്കുവല്ലേ. ഇതിപ്പോൾ എൻ്റെ കൺവെട്ടത്ത് തന്നെ ആയല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇതിൻ്റെ സമ്മതം മൂളിയത്. ഉണ്ടായിരുന്ന നല്ല ജോലിയും കളഞ്ഞ് രാഷ്ട്രീയം, സാമൂഹിക പ്രവർത്തനം, നാട് നന്നാക്കല്ലേ, മണ്ണാകട്ട എന്നും പറഞ്ഞ് തേരാപാരം നടക്കുന്നു. അമ്മായി അമ്മാവനെ ഓർത്താണ് ഞാനൊന്നും മിണ്ടാഞ്ഞത്. നമ്മുടെ ഗാർമെന്റ്സ് നോക്കി നടത്തിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ടും അവന് പറ്റില്ല. ഇങ്ങനെ പോയ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ കല്യാണം നടത്തണോ വേണ്ടോ എന്ന് ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. അബി ആമിയെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും ആമിയുടെ തല താഴ്ന്നു. അവനെങ്ങാനും ഈ പടി കയറിയ അവൻ്റെ മുട്ടുകാലി ഞാൻ തല്ലിയൊടിക്കും. ചോട്ടു, ഹർഷേട്ടനെങ്ങാനും ഇങ്ങോട്ട് വന്നാ മോള് പറയണേ. അബി ചോട്ടുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നല്ല, ഞാൻ പറഞ്ഞിരിക്കും. ചോട്ടു പറഞ്ഞത് കേട്ടതും അനുവും അപ്പവും അച്ചുവും അവളെ കണ്ണുരുട്ടി നോക്കി. അബിയേട്ടാ, ദേ ഇവരൊക്കെ എന്നെ നോക്കി പേടിപ്പിക്കുന്നു. ആരാ എൻ്റെ കൊച്ചിനെ നോക്കി പേടിപ്പിച്ചത്? നീയാണോടി ആമി? അബി ആമിയുടെ ചെവി പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഹേ, ഞാനൊന്നുമല്ല, ആമി ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആമി ചേച്ചിയല്ല അബിയേട്ടാ, ആമി ചേച്ചി എന്നെ പേടിപ്പിക്കില്ല. ദേ ഇവരാ. ബാക്കി 3നെയും ചൂണ്ടി ചോട്ടു പറഞ്ഞതും എല്ലാവരും അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടിയിരുന്നു. അബിയും പിള്ളേരും കാറിൽ കയറി. ഗോവിന്ദമാമേ, ഞങ്ങൾ ഇറങ്ങുക. വണ്ടി ഗേറ്റ് കിടക്കാൻ നേരം തൊട്ടു മുൻപിലെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ നിൽക്കുന്ന അമ്മാവനായ ഗോവിന്ദനെ നോക്കിക്കൊണ്ട് അബി പറഞ്ഞു. ശരിയടാ മോനെ, പോയി വാ. ഹർഷം വന്നാൽ എന്നെ വന്നൊന്ന് കാണാൻ പറയണേ. എനിക്ക് അവനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനും അവനെ ഒന്ന് കാണാനിരിക്കുവാണ്. നാട് നന്നാക്കി അവൻ വീട്ടിൽ പോലും മര്യാദയ്ക്ക് വരാതെയായി. ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ഗോവിന്ദൻ പറഞ്ഞു. നിങ്ങൾ ചെല്ലു മക്കളെ, സമയം കളയണ്ട. ഗോവിന്ദമാമേ, ടാറ്റ. ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ചോട്ടു ഗോവിന്ദന് ടാറ്റ കാണിച്ചു. അടുത്ത നിമിഷം അബി വണ്ടി മുന്നോട്ടെടുത്തു. ചോട്ടു കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു എന്തൊക്കെയോ ഞെക്കി കളിക്കുവാണ്. ചോട്ടു, അടങ്ങിയിരിക്ക്, അബി പറഞ്ഞതും അവൾ അടങ്ങിയിരുന്നു. ആ സമയത്ത് അച്ചുവും അപ്പവും ചോട്ടുവിനെ നോക്കി കണ്ണുകൊണ്ട് എന്തോ അപേക്ഷ പോലെ കാണിച്ചു.
അബിയേട്ടാ, ദേ അവർക്ക് പാട്ട് വെക്കണം പോലും. വെക്കട്ടെ അബിയേട്ടാ? അവനൊന്ന് അമർത്തി മൂളി. സ്റ്റീരിയോയിൽ നിന്നും മനോഹരമായ പ്രണയഗാനം ഉയർന്നു വന്നു. പാട്ട് കേട്ടതും അബിയുടെ മുഖം ചുളുങ്ങി. അപ്പു, ഇതാരാ ഇതിലെ പ്ലേലിസ്റ്റ് ചേഞ്ച് ചെയ്തത്? ഇത്തരം പാട്ട് എനിക്കിഷ്ടമില്ലെന്ന് അറിഞ്ഞൂടെ? അബി ഗൗരവത്തിൽ ചോദിച്ചു. അയ്യോ, എനിക്കറിയില്ല അബിയേട്ടാ, അപ്പു നിഷ്കുവായി പറഞ്ഞു. അച്ചു, അവളല്ലെങ്കിൽ നീയാണോ? ഏയ് അല്ല അബിയേട്ടാ, ഞങ്ങളെ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുക. അല്ലേ അനുവേശി? അവളുടെ കാര്യം എന്തിനാ നീ പറയുന്നത്? നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി, കേട്ടല്ലോ. അബിയിൽ വീണ്ടും ഗൗരവം. ഇത് കേട്ട് അനുവിന് ചിരി വന്നു. ചോട്ടു, ഈ പാട്ട് മാറ്റിക്കേ. അബി പറഞ്ഞത് കേട്ടതും ചോട്ടു മറ്റൊരു പെൻഡ്രൈവ് കണക്ട് ചെയ്തു. അടുത്ത നിമിഷം ഒരു പുരുഷ സ്വരം സ്റ്റീരിയോയിൽ നിന്ന് ഉയർന്നു. പ്രിയപ്പെട്ട എൻ്റെ പെണ്ണിനെ, നിന്റെ ആ ഹിറ്റ്ലർ ചേട്ടൻ 24 മണിക്കൂർ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നിങ്ങൾ 5 പേർക്കും ചുറ്റും നടക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് എൻ്റെ പ്രണയം നിന്നെ അറിയിക്കാൻ പറ്റാതെ പോയത്. നിന്റെ ചേട്ടൻ ഹിറ്റ്ലർ ആയാലും ശരി, മുസോളിനി ആയാലും ശരി, ഒരു നാൾ നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കിയിരിക്കും. ഇരവഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണേൽ നീ എനിക്കുള്ളതാണ് പെണ്ണെ. ഐ ലവ് യു. ഈ പെൻഡ്രൈവിലുള്ളത് എൻ്റെ ഹൃദയമാണ്. ഈ വാക്കുകൾ ഓരോന്നും എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. എൻ്റെ ഹൃദയത്തിൽ നീ മാത്രമാണ് പെണ്ണെ. ഐ ലവ് യു. ദിൽ സേ ദിൽ തക് കഹോന പ്യാർ ഹേ, ദിൽവാലെ ദുൽഹനെ ലേ ജായേംഗെ. ഇത് കേട്ടതും അബിയുടെ കാൽ ശക്തമായി ബ്രേക്കിൽ അമർന്നു. ദീസ് പ്രോഗ്രാം ഹാസ് ബീൻ ക്യാൻസൽഡ്. പൊടുന്നനെ അബി വണ്ടി റിവേഴ്സ് എടുത്തു വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. വീട്ടിലെത്തിയ അബി ചോട്ടു ഒഴികെ ബാക്കി 4 പേരെ നിർത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. ആമി, ഇത് നിനക്ക് ഹർഷൻ തന്നതാണോ? ആ പെൻഡ്രൈവ് കയ്യിൽ പിടിച്ചിട്ടാണ് അബിയുടെ ഈ ചോദ്യം. അല്ല അബിയേട്ടാ, ഇത് ഹർഷേട്ടൻ്റെ ശബ്ദമേ അല്ല. ആമി നിഷ്കുവായി പറഞ്ഞതും അബി ഒന്ന് അമർത്തി മൂളി. ശേഷം ബാക്കി 3 പേരോടും മാറി മാറി ചോദിച്ചു. അവർ 3 പേരും തങ്ങൾക്കറിയില്ല എന്നും പറഞ്ഞ് നിഷേധിച്ചു. ചോട്ടു, മോൾക്ക് ഇതെവിടെന്നാ കിട്ടിയേ? ഇത് മുറ്റത്ത് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അബിയേട്ടൻ്റെ ആണെന്ന് കരുതി കാറിൽ വെച്ചതാ. ഗുഡ് ഗേൾ, അബി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഈ സമയത്ത് അനുവും അപ്പും അച്ചുവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തോടെ നോക്കുന്നുണ്ട്. ആ സമയം 3 തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരറിവില്ല എന്ന പോലെ നിഷേധാർത്ഥം തല അനക്കുന്നുണ്ട്. എന്താ അവിടെ 3 കൂടി കണ്ണുകൊണ്ട് ഒരു ഗോഷ്ഠി പരിപാടി? ദേ, ഒരെണ്ണം പോലും പുറത്തിറങ്ങി പോവരുത്. അകത്ത് നിന്ന് പഠിച്ചാൽ മതി. അവൻ്റെ അമ്മൂമ്മയുടെ ദിൽവാലെ ദുൽഹനിയെ ലേ ജായേംഗെ. ഇതാരാണെന്നേ ഞാൻ കണ്ടുപിടിച്ചോളാം. അതും പറഞ്ഞ അബി തൻ്റെ കയ്യിലെ പെൻഡ്രൈവ് ദേഷ്യത്തിൽ ചുരുട്ടി പിടിച്ചു. ആമി, നിന്നോട് കൂടിയായി പറയുന്നേ. നിന്നെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. നീ ഇവർക്ക് ചേച്ചി മാത്രമല്ല, അമ്മ കൂടിയാണ്. ആ ഓർമ്മ നിനക്കുണ്ടാവണം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഗൗരവത്തിൽ പുറത്തേക്ക് ഇറങ്ങി നടന്നു. ആ നേരമാണ് മതിലിന് മുകളിലൂടെ ഒരുത്തൻ തലയിട്ട് എത്തി നോക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആരാടാത് എന്നും പറഞ്ഞ് അബി അവൻ്റെ അരികിലേക്ക് ഓടി. ഓടിക്കോടാ, ഹിറ്റ്ലർ വരുന്നുണ്ട് എന്നും പറഞ്ഞ് അവൻ മതിലിൽ നിന്നിറങ്ങി. ഒരൊറ്റ ഓട്ടമായിരുന്നു. കൂടെ 4-5 പയ്യന്മാരുണ്ടായിരുന്നു. ഇതേസമയം മറ്റൊരിടത്ത്, ദേവു, നാളെ മുതൽ ഇന്ദിര മെഡിക്കൽ കോളേജിലാണ് നീ പഠിക്കാൻ പോകുന്നത്. ഞാൻ അബിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. അവൻ്റെ കോളേജിന് ചീത്തപ്പേര് വരുത്തി വെക്കുന്ന ഒരു പരിപാടിയും അവിടെ നടക്കില്ലെന്ന്. അവന് എന്നോട് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് മറ്റൊരു കോളേജിൽ നിന്നും ടീച്ചർ തന്ന് പറഞ്ഞു വിട്ട നിനക്ക് ആ കോളേജിൽ സീറ്റ് തന്നതുപോലും. ഇത്തരം കാര്യത്തിൽ അബി ഭയങ്കര സ്ട്രിക്റ്റാണ്. ദേവദത്ത് തൻ്റെ മകൾ ദേവാൻഷിക എന്ന് ദേവുവിനോട് പറഞ്ഞു. ഒരുത്തൻ്റെ തലയിടിച്ച് പൊട്ടിച്ചത് അത്ര വല്ല ചീത്തപ്പേരായിട്ടേ എനിക്ക് തോന്നിയിട്ടില്ല. ദേവ് കൂസലില്ലാതെ പറഞ്ഞു. അല്ല പപ്പ, കുറേ നേരമായല്ലോ ഈ അബി അബി എന്ന് പറയാൻ തുടങ്ങിയിട്ട്. ആരായി അബി? അതെ, ആൾക്കത്ര ജാടയാണെങ്കിലേ എനിക്കവിടെ പഠിക്കണ്ട. പഠിക്കണ്ടെന്നോ? പിന്നെ നീ എന്ത് ചെയ്യും? ദേവു, നീ ഇത് ലാസ്റ്റ് ഇയർ ആണ്. നിന്നെ ഒരു ഡോക്ടറായി കാണുക എന്നത് നിന്റെ മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇതൊക്കെ അറിഞ്ഞാൽ നിന്റെ മമ്മിയുടെ ഹൃദയം തകർന്നു പോവും. ഓ, തുടങ്ങി പപ്പയുടെ സെൻറ്റേഡി ഡ്രാമ. എൻ്റെ പപ്പ ഓൾറെഡി മരിച്ചുപോയ മമ്മിക്ക് ഇനി എന്തോന്ന് ഹൃദയം തകരാൻ? അല്ല പപ്പ, ഞാൻ ജനിച്ചപ്പോൾ മരിച്ചുപോയ എൻ്റെ മമ്മി എന്നെ ഒരു ഡോക്ടറായി കാണാൻ എപ്പോൾ ആഗ്രഹിച്ചു. അതെനിക്ക് പപ്പ എന്ന് പറഞ്ഞു തന്നേ പറ്റൂ. കുറേ നാളായി പപ്പ ഈ ഡയലോഗ് പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അത് നീ ജനിക്കുന്നതിന് മുൻപേ ഞങ്ങൾ ആഗ്രഹിച്ചതാ. അതെന്താ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ പറ്റി ആഗ്രഹിക്കാൻ പാടില്ലേ? അതിനെപ്പറ്റി കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. ഓ ശരി, ഇനി ഞാനായിട്ട് ആരുടെയും ഹൃദയവും ലിവറും ഒന്നും തകർക്കുന്നില്ല. നാളെ മുതൽ ഞാൻ അവിടെ പോയിക്കോളാം. പോയാൽ മാത്രം പോരാ, നന്നായി പഠിച്ച് പപ്പയുടെ മാനം കാക്കണം. എന്നാൽ അബിയുടെ മുന്നിൽ എനിക്കൊരു വിലയുണ്ടാവുള്ളൂ. പപ്പയ്ക്ക് വിലയാണല്ലേ വേണ്ടത്. അക്കാര്യം ഈ ദേവി ഏറ്റു എന്നും പറഞ്ഞവൾ അയാളുടെ കവിളിൽ അമർത്തി മുത്തി. ദൈവമേ, ഒന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു. എന്താ ഷാരി, നമ്മുടെ മോൾ ഇങ്ങനെ ആയിപ്പോയത്?
അയാൾ അവിടെ തൂക്കിയിട്ട് തൻ്റെ ഭാര്യയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് വേദനയോടെ പറഞ്ഞു. ശേഷം ഒന്ന് ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് അയാൾ നടന്നു നീങ്ങി. പിറ്റേന്ന് രാവിലെ, സ്ഥലം ഇന്ദിര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്റർ. ദേവു തൻ്റെ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത് തൻ്റെ ചെവിയിൽ വയർലെസ് ഇയർബഡ്സും കുത്തിത്തിരുക്കി പാട്ടും കേട്ടുകണ്ട് നടക്കുകയാണ്. ധാവണിയായിരുന്നു അവളുടെ വേഷം. തൻ്റെ പപ്പ നന്നാവാൻ പറഞ്ഞത് പ്രകാരമാണ് അവൾ ഈ വേഷം തിരഞ്ഞെടുത്തത്. കയ്യിൽ ചുവന്ന കുപ്പിവള, കഴുത്തിൽ മുത്തുമാല, നെറ്റിയിൽ കുഞ്ഞു പൊട്ട്, മുടി ഫിഷ് ടൈൽ സ്റ്റൈലിൽ മെടഞ്ഞിട്ടിട്ടുണ്ട്. അതിൽ മുല്ലപ്പൂവും വെച്ചിട്ടുണ്ട്. ഇപ്പം അവളെ കണ്ട ഒരു അമ്പലവാസി പെണ്ണാണെന്നേ പറയൂ. കുറച്ചുനാൾ ഒന്ന് അടങ്ങി നിന്നേക്കാം. താനായിട്ട് പപ്പയുടെ BP കൂട്ടിയെന്ന് വേണ്ട. ഇതൊക്കെയാണ് അവളുടെ പുതിയ ലുക്കിന് പിന്നിലെ ഉദ്ദേശം. ഈ സമയത്താണ് അഭിയുടെ അനിയത്തി അനികയും കൂട്ടുകാരായ പാർവതിയും അനഘയും ആരവും വിഷ്ണുവും ദേവുവിനെ ശ്രദ്ധിക്കുന്നത്. അതേതാടാ യുദ്ധഭൂമിയിലൊരു പുതിയ ബഡി? അനു ദേവുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് മനസ്സിലായില്ലേ? അതാണ് ചിന്താമണി 2.0. ആരവ് പറഞ്ഞത് കേട്ടതും അവരെ ഉറക്കെ ചിരിച്ചു. ശേഷം ആരവ് അവളെ കൈകൊട്ടി ഒച്ചയുണ്ടാക്കി വിളിച്ചതും ദേവു ചുറ്റും നോക്കി. ഹേ ചിന്താമണി, നിന്നെ തന്നെ, ഇങ്ങു വാ, വിഷ്ണു പറഞ്ഞു. ദേവു അവരുടെ അരികിലേക്ക് നടന്നു. നീ ഇവിടെ പുതിയതാ? വിഷ്ണുവാണ് ചോദിച്ചത്. അതെ. എന്താ പേര്? മലർ. തെല്ലൊന്ന് ആലോചിച്ച ശേഷം ദേവു പറഞ്ഞു. ഓ മലർ. അനുവേ, ഇതും മടം മലർ മിസ്സാടി, വിട്ടേക്കല്ലേ? അല്ല മലരെ, നീ എവിടെ നിന്ന് വരുന്നു? ആരവാണ് ചോദിച്ചത്. വീട്ടീന്ന്. ദേവു എടുത്തടിച്ച പോലെ മറുപടി പറഞ്ഞു. ദേടിയെ മലർ മിസ്സേ, കൗണ്ടറിൽ തുടങ്ങിയിട്ടാ. ഇതേ സമയം ദേവു തൻ്റെ വായിലെ ചൂയിങ്കം ബബിൾസ് ആക്കാൻ തുടങ്ങി. അത് കണ്ട് അനുവിന് ദേഷ്യം വന്നു. അതെ, നിനക്കെന്താ സീനിയേഴ്സിനെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തത്? ആഹാ, സേച്ചി സീനിയർ ആയിരുന്നോ? അറിഞ്ഞില്ല സേച്ചി. ബഹുമാനിച്ചിട്ടുണ്ട് ട്ടാ. അതും പറഞ്ഞു ദേവു ചൂയിങ്ക ഊതി വീർപ്പിച്ചു അനുവിൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്ന് പൊട്ടിച്ചു. എനിവേ, ഐ ആം ദേവാംശിക ദേവദത്ത്. ട്രാൻസ്ഫർ സ്റ്റുഡൻ്റ് ആണ്, ലാസ്റ്റ് ഇയർ. എന്നാ ഞാൻ പോട്ടെ ചേച്ചിമാരെ ചേട്ടന്മാരെ കാണാവേ. അതും പറഞ്ഞു ദേവു പോകാനൊരുങ്ങി. ദേവുവിൻ്റെ പ്രവൃത്തിയും പറച്ചിലും അനുവിന് തീരെ ഇഷ്ടമായില്ല. അതെ, ഒന്ന് നിന്നേ. നീ ലാസ്റ്റ് ഇയർ ആണെങ്കിലും ഇവിടെ നീ പുതിയതാ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതൊക്കെ നീ ചെയ്തേ പറ്റൂ, അനുവാണ് പറഞ്ഞത്. ഇവളെന്നെ ചീത്തയാക്കി അടങ്ങൂ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവു അനുവിന് നേരെ തിരിഞ്ഞു. എന്താ പേര് പറഞ്ഞത്? ദേവു ചോദിച്ചു. അതിന് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ, അനുവാണ് പറഞ്ഞത്. ആ പറഞ്ഞില്ല, എന്നാ ഇപ്പം പറഞ്ഞോളൂ. മനസ്സില്ല. മനസ്സില്ല? ആഹാ, നല്ല പേര്. ബൈ ദ ബൈ, മനസ്സില്ല ഒരു റാഗിംഗ് ആണ് മനസ്സില്ല ഉദ്ദേശിക്കുന്നതെങ്കിലേ തൽക്കാലം എനിക്ക് സമയമില്ല. ഒന്ന് പ്രിൻസിയെ കണ്ടിട്ട് അനുഗ്രഹം വാങ്ങിക്കണേ, അതുകൊണ്ടാ. എന്നാൽ ഞാൻ പോട്ടെ മനസ്സില്ല. ഇത്രയും പറഞ്ഞ് ദേവു നടക്കാനൊരുങ്ങിയതും അനു അവളുടെ മുന്നിൽ കയറി നിന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേവു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അനുവിന് അതൊരു അപമാനം പോലെ തോന്നിയിരുന്നു. ഇവള് കൊണ്ടിട്ടേ പോവെന്ന് മനസ്സിൽ പറഞ്ഞ ദേവു അവളെ ഒന്ന് വല്ലാത്ത ഭാവത്തിൽ നോക്കി. അങ്ങനെ അങ്ങ് പോയാലോ? ദേ ഇവനെ നീ ഒരു കിസ് കൊടുത്തേ, എന്നിട്ട് പോയാൽ മതി, അനു ആരവനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഓ അതിനെന്താ, കൊടുക്കാലോ. ഈ പഴയ ബോറൻ പരിപാടി അല്ലാതെ വെറൈറ്റി ഒന്നും ഇവിടെ ഇല്ലേ? കിസ്സെങ്കിൽ കിസ്. അല്ല ചേച്ചി, ഫ്രഞ്ച് വേണോ നാടൻ മതിയോ? ഇതേ സമയം ഉമ്മ കിട്ടുമല്ലോ എന്നോർത്ത് ആരവിൻ്റെ മുഖം വിടർന്നു. ദേവു കൂസലില്ലാതെ പറഞ്ഞുകൊണ്ട് തൻ്റെ ബാഗിൽ നിന്നും ലിപ്സ്റ്റിക് എടുത്ത് അല്പം കനത്തിൽ ചുണ്ടിൽ പുരട്ടി. വാടാ കുട്ടാ, നിനക്ക് ഉമ്മ വേണ്ടേ? അതും പറഞ്ഞ് ദേവു ആരവിനെ അരികിലേക്ക് വിളിച്ചതും ബാക്കിയുള്ളവരൊക്കെ ഇതെന്തിൻ്റെ കുഞ്ഞാണോ എന്തോ എന്നും മനസ്സിൽ പറഞ്ഞു അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. ലുക്കും സ്വഭാവവും അലുവയും മത്തിക്കറിയും പോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണേ. എന്നാ ഞാൻ ആ ഉമ്മ വാങ്ങിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ആരവ് ഗമ്മയിൽ എഴുന്നേറ്റ് ദേവുവിൻ്റെ അരികിലേക്ക് നടന്നു. ആരവ് അരികിൽ വന്ന് നിന്നതും ദേവു അവൻ്റെ അരികിലേക്ക് ചുവടുകൾ വെച്ചു. ശേഷം അനുവിന് നേരെ തിരിഞ്ഞു. അനുവിൻ്റെ മുഖം തന്നോടടുപ്പിച്ചു അവളുടെ കവിളിൽ അമർത്തി മുത്തിയതും. അനുവിൻ്റെ കവിളിൽ 2 ചുണ്ടുകൾ നല്ല രീതിയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട് ഉമ്മ കാത്തുനിന്ന ആരവ് എന്തോ പോയ അണ്ണാനെ പോലെ ഇരിപ്പുണ്ട്. വിഷ്ണുവും പാറും ഉറക്കെ ചിരിച്ചു. അനഘയ്ക്ക് ദേവുവിനോട് ദേഷ്യം തോന്നി. അനുവാണേൽ ദേവുവിൻ്റെ ആ പ്രവൃത്തിയിൽ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ മറ്റുള്ളവരുടെ ചിരി കൂടി ആയപ്പോൾ അനുവിൻ്റെ ദേഷ്യം ഒന്നുകൂടെ വർദ്ധിച്ചു. ഡി, നിനക്ക് ഞാൻ ആരാന്നറിയോ? അനു ദേവുവിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. നീ ആരായാലും എനിക്കെന്താ? ദേ എന്നെ ചൊറിയാൻ നിൽക്കാതെ നീ പോവാൻ നോക്ക്. ഇതുപോലൊരു ചൊറിയൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ തല തല്ലിപ്പൊട്ടിച്ചതിനാ എന്നെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തത്. ഒന്ന് നന്നാവാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ, അതിനും സമ്മതിക്കില്ലേ?
എങ്ങനെയെങ്കിലും ഞാനൊരു ഡോക്ടറായി എൻ്റെ മമ്മിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തോട്ടെ പിള്ളേരെ. ദേ, നേരെ വാ നേരെ പോ എന്നൊരു രീതിയാണ് എനിക്കുള്ളത്. അതിനിടയിൽ എനിക്കിട്ട് പണിയാൻ വന്ന ഞാൻ തന്നെ കൂതരാവട്ടോ. ദേവ് അത്രയും പറഞ്ഞു നിർത്തി. ഡി, നീ കുറേ നേരമായല്ലോ വല്ല ഡയലോഗ് അടിക്കാൻ തുടങ്ങിയിട്ട് എന്നും പറഞ്ഞ് അനഘ ദേവിൻ്റെ കയ്യിൽ പിടിമുറുക്കി അവളുടെ കുപ്പിവളകളെ പൊട്ടിച്ചതും ഒരു വളപ്പൊട്ട് കയറി ദേവിൻ്റെ കൈ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. ദേവുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ചോര കണ്ട ദേവുവിന് പിന്നെ പിടിച്ചാ കിട്ടില്ല. മറുകയ്യാലെ അനഘയുടെ കവള് നോക്കി ആഞ്ഞു വീശി. ആ നിമിഷം അവരുടെ മുന്നിൽ ഒരു ആഡംബര കാർ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങി വന്ന അബിയെ കണ്ടതും അനുവിൻ്റെ മുഖത്ത് ഭയം നിഴലിച്ചു. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ടതും ദേവ് ഒഴികെ ബാക്കിയുള്ളവരുടെ മുഖത്തേക്കും ഭയം നിറഞ്ഞു. ഫോർമൽ ലുക്കിൽ ബീച്ച് കളർ സ്ലിം ഫിറ്റ് പാൻറ്റും ബ്ലാക്ക് ഷർട്ടും. ഷർട്ട് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷർട്ടിൻ്റെ മുകളിലത്തെ 2 ബട്ടൺ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ബ്ലാക്ക് ഫോർമൽ ഷൂസ്, കയ്യിൽ റോളക്സിൻ്റെ വാച്ച്. അല്പം നീട്ടി വളർത്തിയ മുടി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. ഇതായിരുന്നു അവൻ്റെ ലുക്ക്. ദൈവമേ, ഇതേതാ ഒരു ചുള്ളൻ. ആ നിമിഷം ദേവ് അറിയാതെ പറഞ്ഞുപോയി. അബി അനുവിൻ്റെ കൈയും പിടിച്ച് നടന്നു തുടങ്ങി. അതിനിടയിൽ ആരവിന് നേരെ തിരിഞ്ഞു ബാക്കി എല്ലാവരെയും കൂട്ടി തൻ്റെ മുറിയിലേക്ക് വരാനും പറഞ്ഞു. അബിയുടെ ക്യാബിനിൽ പ്രിൻസി അടക്കം എല്ലാവരും ഉണ്ട്. അനു അടക്കം എല്ലാവരും തലയും താഴ്ത്തി നിൽപ്പുണ്ട്. ദേവു ആണെങ്കിൽ ഇതൊക്കെ എന്ത് എന്ന പോലെ നിൽപ്പാണ്. അതിനിടയിൽ നൈസായിട്ട് അബിയെ വായി നോക്കുന്നുണ്ട്. അനു, ഇവിടെ റാഗിങ് പാടില്ല എന്നത് നിനക്കറിയില്ല എന്നുണ്ടോ? അതോ സ്വന്തം കോളേജാണെന്ന് വെച്ച് എന്ത് തോന്നിവാസവും ആവാന്നോ? നോക്കനു, മറ്റു കുട്ടികളെ പോലെ നീ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ അനിയത്തി എന്നുള്ള ഒരു കൺസിഡറേഷനും നിനക്ക് ഇതിനകത്ത് കിട്ടില്ല. അബി കടുപ്പിച്ചു പറഞ്ഞു. ഐ എം സോറി അബിയേട്ടാ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം, അനു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞിരുന്നു. അബി ഒന്ന് അമർത്തി മൂളി. ആരവ്, നിന്നോടും കൂടിയായി പറയുന്നത്. ഗോവിന്ദ മാമയുടെ ആകെയുള്ള പ്രതീക്ഷയാണ് നീയായിട്ട് അത് തകർക്കരുത്. ഇല്ല അബിയേട്ടാ, ആരവ് നേരിയ സ്വരത്തിൽ പറഞ്ഞു. എന്തില്ലെന്ന്? അല്ല, തകർക്കില്ലെന്ന്. എല്ലാവരോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. പഠിക്കാൻ പറ്റുന്നവർ മാത്രം ഈ കോളേജിൽ വന്നാൽ മതി. ആരുടെയും ഒരു തോന്നിവാസവും ഇവിടെ നടക്കില്ല, കേട്ടല്ലോ? അത് പറയുമ്പോൾ അബി ദേവുവിനെ കൂടി നോക്കാനും മറന്നില്ല. പോയിക്കോ. അബി പോവാൻ പറഞ്ഞതും എല്ലാവരും പോവാനിറങ്ങി. താനൊന്ന് നിന്നേ, ദേവുവിന് നേരെ വിരഞ്ഞൊഴിച്ചുകൊണ്ട് അബി പറഞ്ഞതും ആ നിമിഷം അനു ഒന്ന് തിരിഞ്ഞു നോക്കി. നീ ക്ലാസ്സിൽ പോയിക്കോ. അനുവിന് നേരെ നോട്ടം പായിച്ചുകൊണ്ട് അബി പറഞ്ഞതും അനു പുറത്തിറങ്ങി. എന്നാൽ ഞാൻ പോട്ടടോ, താൻ കുറച്ച് നാൾ കാണുമല്ലോ എന്നും പറഞ്ഞ് പ്രിൻസിയും മുറിവിട്ടിറങ്ങി. പ്രിൻസി പോയതും അബി ദേവുവിന് നേരെ തിരിഞ്ഞു. അബി അവളെ മൊത്തത്തിൽ ഒന്ന് സ്കാൻ ചെയ്തു. കാരണം ദേവദത്ത് പറഞ്ഞ സ്വഭാവവുമായി ഈ ലുക്ക് തീരെ മാച്ച് ആവുന്നില്ലായിരുന്നു. അബിയുടെ നോട്ടം കണ്ടു ഇയാൾ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞു ദേവു നിഷ്കുവായി നിൽക്കുന്നുണ്ട്. സി മിസ്, തൻ്റെ പേരെന്താന്നാ പറഞ്ഞേ? ദേവാൻഷിക, ദേവു നേരിയ സ്വരത്തിൽ പറഞ്ഞു. ഓക്കെ ദേവാൻഷിക, എനിക്ക് തന്നെ ഇങ്ങനെ നീട്ടി വിളിക്കാനൊന്നും പറ്റില്ല. തൽക്കാലം ഞാൻ ഷിക എന്ന് വിളിക്കാം. സി ഷിക, ദേവനങ്കിൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് തനിക്ക് ഈ കോളേജിലെ ഇത്രയും റിസ്ക് ഏറ്റെടുത്ത് അഡ്മിഷൻ റെഡിയാക്കിയത്. തന്നെക്കുറിച്ച് അങ്കിൾ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. താനിവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്നും അങ്കിൾ ഉറപ്പ് തന്നിട്ടുമുണ്ട്. എന്നിട്ടോ വന്ന് കയറിയില്ല, അപ്പോൾ ഒരുത്തിയുടെ കവിളിടിച്ച് പരത്തിയിരിക്കുന്നു. താൻ ആരാ? ലേഡി ഗുണ്ടയോ? ഗുണ്ടായുസൊന്നും ഇവിടെ നടക്കില്ല. ഇത് തനിക്ക് തന്ന ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനിയെങ്ങാനും ഇങ്ങനെ സംഭവിച്ച അങ്കിളിനോടുള്ള കടപ്പാടൊക്കെ മറന്നേ തൂക്കിയെടുത്ത് വെളിയിൽ കളയും ഞാൻ, കേട്ടല്ലോ? ദേവു നേർമയായി മൂളി. പോയിക്കോ. അത് കേട്ടതും ദേവു നടക്കാനൊരുങ്ങി. അതെ, ഒന്ന് നിന്നേ. ഒരു പിൻവിളി കേട്ടതും ദേവു തിരിഞ്ഞു നോക്കി. താൻ എൻ്റെ അനിയത്തിയുമായി ഒരു മത്സരത്തിന് നിൽക്കണ്ട. കഴിവതും 2 പേരും കാര്യങ്ങളൊക്കെയും പറഞ്ഞ് കോംപ്രമൈസ് ആവാൻ നോക്ക്. എന്നിപ്പോൾ തൻ്റെ കൈ അവളുടെ കവിളിലെങ്ങാനും പതിഞ്ഞിരുന്നേ താൻ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കി വെച്ചേനെ. അങ്കിൾ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എൻ്റെ പെങ്ങന്മാരാണ് എൻ്റെ ലോകം. അവരുടെ കണ്ണെന്ന് നിറഞ്ഞ വേദനിക്കുന്നത് എൻ്റെ ഹൃദയമായിരിക്കും. സോ ഷിക അതൊന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. പോയിക്കോ. അബിയുടെ സ്വരത്തിൽ നന്നേ ഗൗരവം കലർന്നിരുന്നു. ദേവു ഒന്ന് തലയണക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ താൻ ഒലത്തും ഒന്ന് പോടോ. താനും തൻ്റെ ഒരു പെങ്ങന്മാരും. ലോകത്ത് ആർക്കും ഇല്ലല്ലോ പെങ്ങന്മാര് എന്നും പറഞ്ഞ് അവൾ ക്ലാസ്സിലേക്ക് നടന്നു. അങ്ങനെ ചോദിച്ച് അവസാനം ദേവ് ക്ലാസ് കണ്ടുപിടിച്ചു. ക്ലാസ്സിലെത്തിയതും ഒരു ഭാഗത്ത് അനുവും ഗ്യാങ്ങും ഇരിക്കുന്നു.
ദേവു അവരെ ശ്രദ്ധിക്കാതെ ചുറ്റും നോക്കി. ശേഷം സീറ്റ് ഒഴിവുള്ളിടത്ത് വന്നു അവൾ ഇരുന്നു. ദേവുവിനെ കണ്ടതും അനു എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നു. അഭിയേട്ടൻ എന്താ പറഞ്ഞേ? അനു ചോദിച്ചു. എന്തോന്ന്? എൻ്റെ ഏട്ടൻ നിന്നോട് എന്താ പറഞ്ഞതെന്ന്. അതെന്തിനാ നിന്നോട് പറയുന്നേ? എന്നോട് പറയുന്നത് എന്തിനെന്നോ? ഞാൻ അങ്ങേരുടെ പെങ്ങളാ. എന്നാ ഞാൻ അങ്ങേർക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. ദേവും വിട്ടുകൊടുത്തില്ല. വേണ്ടപ്പെട്ട കുട്ടിയോ? ഒന്ന് പോടി. ഞങ്ങൾ അറിയാത്ത ഒരു വേണ്ടപ്പെട്ടയാളും അഭിയേട്ടനില്ല. അനഘ എൻ്റെ ഫ്രണ്ടാണ്. അവൾ അടിച്ചിട്ട് നീ ഇവിടെ സുഖമായി വാഴ എന്ന് കരുതണ്ട. നീ അവളോട് സോറി പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിക്കാം, അനു പറഞ്ഞു. ഞാൻ ആരോടും സോറി പറയില്ല. നീ പോവാൻ നോക്ക്. എങ്കിൽ നീ ഇവിടെ പഠിക്കില്ല, അനു പറഞ്ഞു. ഒന്ന് പോടി. നിനക്കറിയോ, ഞാനൊന്ന് കരഞ്ഞു കാണിച്ചാൽ മതി, എൻ്റെ ഏട്ടൻ നിന്നെ തൂക്കിയെടുത്ത് വെളിയിലെറിയും. അതോടെ നിന്റെ ഇവിടുത്തെ പഠിത്തവും അവസാനിക്കും. ഇവിടത്തെ എന്ന് മാത്രമല്ല, എന്നേക്കുമായി അവസാനിപ്പിക്കാനും അഭിയേട്ടനെ കൊണ്ട് പറ്റും. പക്ഷേ ഇപ്പം ഞാനത് ചെയ്യില്ല. നിനക്കെതിരെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കാണുകെ അഭിയേട്ടൻ തന്നെ നിന്റെ കഴുത്തിന് പിടിച്ച് വെളിയിൽ കളയും. ആ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നീ ചെവിയിൽ നുള്ളിക്കോ. ഇത് അനിക മഹേശ്വരൻ്റെ വാക്കാണ്. അത്രയും പറഞ്ഞു അനു നടക്കാനൊരുങ്ങി. കൈകൾ കൂട്ടിയെടുക്കുന്ന ശബ്ദം കേട്ടാണ് അനു തിരിഞ്ഞു നോക്കിയത്. അനു നോക്കുമ്പോൾ ദേവു ക്ലാപ്പ് ചെയ്തുകൊണ്ട് അവൾക്ക് നേരെ നടന്നു വരുന്നു. കൊള്ളാം, നിന്റെ വീറും വാശിയും എനിക്കിഷ്ടായി. എന്നെ അങ്ങനെ ചുമ്മാ വെല്ലുവിളിച്ചിട്ട് പോയാൽ അതെങ്ങനെ ശരിയാവും? എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോകുന്നേ. നീ പറഞ്ഞ നിന്റെ അഭിയേട്ടനുണ്ടല്ലോ, ഡോക്ടർ അഭിമന്യു മഹേശ്വർ, വെറും ഒരു മാസത്തിനുള്ളിൽ അങ്ങേരെ കൊണ്ടേ എൻ്റെ ഈ കഴുത്തിൽ താലി കെട്ടിച്ചു എൻ്റെ മാത്രം മനുവേട്ടനാക്കി മാറ്റും. എൻ്റെ മാത്രം മനുവേട്ടൻ. അധികം വൈകാതെ ഞാൻ അങ്ങേരെ എൻ്റെ കൊച്ചിൻ്റെ അച്ഛനുമാക്കും. ആ കൊച്ചു നിന്നെ നോക്കി അപ്പച്ചി എന്ന് വിളിക്കുകയും ചെയ്യും. നിന്നെ അടക്കം നിന്റെ വീട്ടിൽ 5 എണ്ണത്തിനെയും മൂക്കുകൊണ്ട് ഞാൻ വരപ്പിക്കോടി. ഇതേ ദേവാൻഷികയുടെ ചാലഞ്ചായി എടുത്താൽ മതി. ഇനി നാത്തും പോയി അവിടെ ഇരുന്നാട്ടെ. ദേവ് പറഞ്ഞതൊക്കെയും കേട്ടു അനു ചവിട്ടിത്തുള്ളി അവളുടെ സ്ഥലത്ത് പോയിരുന്നു. ഇതേ സമയം ക്ലാസ്സിലേക്ക് കയറി വന്ന അഭിയെ കണ്ട് അനുവും ആരവും ഞെട്ടി പണ്ടാരടങ്ങി നിൽക്കുവാണ്. കൂടെ ദേവും. എല്ലാവരും അഭിയെ മോർണിംഗ് വിഷ് ചെയ്തു. അഭി സംസാരിച്ചു തുടങ്ങി. ഹായ് സ്റ്റുഡൻസ്, ഐ എം ഡോക്ടർ അഭിമന്യു മഹേശ്വർ. നിങ്ങളുടെ ഹരി സാറിന് ആക്സിഡൻറ്റ് പറ്റിയ ആളിപ്പോൾ റെസ്റ്റിലാണ്. ഇനി മുതൽ ഒരു 2 മാസത്തേക്ക് ഞാനായിരിക്കും ക്ലാസ് എടുക്കുക എന്നും പറഞ്ഞ് അവൻ കൂടുതൽ പരിചയപ്പെടാനൊന്നും നിൽക്കാതെ ക്ലാസ് ആരംഭിച്ചു. ഇതേ സമയം അനു കാണാൻ വേണ്ടി ദേവു താടിക്ക് കൈയും കൊടുത്തു അഭിയെ കണ്ണിമ ചിമ്മാതെ നോക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് അനുവിൻ്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. വീട്ടിലെത്തിയ ദേവു അനുവിന് നേരെ താൻ ഉയർത്തിയ വെല്ലുവിളി എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ള ആലോചനയിലാണ്. അങ്ങനെ ആലോചിച്ച് അവൾക്കൊരു ഐഡിയ കിട്ടുകയും ചെയ്തു. അവൾ നേരെ തൻ്റെ പപ്പയുടെ അരികിലേക്ക് നടന്നു. ദേവൻ സെറ്റിയിലിരുന്ന് കോഫി സിപ്പ് ചെയ്തുകൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. പപ്പ. പേപ്പറിൽ നിന്നും തല ഉയർത്താതെ ദേവൻ അവളുടെ വിളിക്കുത്തരം നൽകി. പപ്പ. എന്താടാ? എനിക്ക് കല്യാണം കഴിക്കണം. പെട്ടെന്നുള്ള ദേവിൻ്റെ പറച്ചിൽ കേട്ട് ചായ നെറുകയിൽ കയറി അയാൾ ചുമക്കാൻ തുടങ്ങി. എന്താ നീ പറഞ്ഞേ? എനിക്ക് കല്യാണം കഴിക്കണമെന്ന്, അതും എത്രയും പെട്ടെന്ന്. ബിരിയാണിയും മന്തിയും കഴിക്കണം എന്ന് പറയുന്ന ലാഘവത്തോടെ കല്യാണം കഴിക്കണമെന്ന് പറയുന്ന തൻ്റെ മകളെ അയാളൊന്ന് നോക്കിപ്പോയി. ദേവു, നീ കാര്യമായി പറഞ്ഞതാ? അയാൾ ഒന്നുകൂടെ ഉറപ്പിക്കാനെന്ന് വണ്ണം ചോദിച്ചു. ഞാനിന്ന് വഴിയിൽ വെച്ച് ഒരു സ്വാമിനിയെ കണ്ടിരുന്നു. ആ സ്വാമിനി എന്നോട് പറയുക, പെട്ടെന്നൊരു കല്യാണം കഴിച്ചില്ലേ ഞാൻ തട്ടിപ്പോകുന്നു. ഞാൻ ആദ്യം അത്ര കാര്യമാക്കിയില്ല. പിന്നെ പുള്ളിക്കാരി ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വള്ളി വിടാതെ പറഞ്ഞു. 22 വയസ്സ് കഴിയുന്നതിന് മുൻപേ എൻ്റെ കെട്ട് നടക്കണോത്രേ. ദേ ഇല്ലേലേ ഞാൻ ഡിമ്മാവൂന്ന്. മമ്മിക്കും സെയിം പ്രോബ്ലം ആയിരുന്നുന്ന്. പുള്ളിക്കാരി 23-ലല്ലേ പപ്പയെ കെട്ടിയേ. എന്നിട്ടോ എന്നെ പെറ്റിട്ടപ്പോൾ തന്നെ ദൈവം തമ്പുരാൻ മേലോട്ട് വിളിച്ചില്ലേ. അതും പറഞ്ഞു ദേവ് അയാളെ ഇടങ്ങണിട്ട് നോക്കി. എൻ്റെ മോളെ, ഇതൊക്കെ മോളെ പറ്റിക്കാൻ വേണ്ടി അവർ പറഞ്ഞതായിരിക്കും, പണം തട്ടാൻ. അല്ല പപ്പ, അവർ 10ൻ്റെ പൈസ വാങ്ങിയില്ല. ഇത് സത്യമാണെന്നേ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ മമ്മയുടെ ഗതി തന്നെ എനിക്ക് വന്നോട്ടെ എന്നാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കണ്ട, ഞാൻ മരിച്ചോട്ടെ. ദേവു കണ്ണീരൊക്കെയും വരുത്തിക്കൊണ്ട് പറഞ്ഞു. മോളെ ശരി, ഇങ്ങനെ കരയാതെ. നമുക്കേ നാളെ തന്നെ ഒരു കണിയാനെ കണ്ട പ്രശ്നം വെപ്പിച്ചു ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാം. സത്യമാണെന്നറിയാലോ. അതൊന്നും പറ്റില്ല. എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം. പറ്റിയ ഈ മാസം തന്നെ.
മോളെ ബിരിയാണി കഴിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കല്യാണം കഴിക്കാൻ. അതിന് അതിൻ്റേതായ ചില രീതികളുണ്ട്. ഈ മാസം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ 2-ാം തീയതി, ഇനി അത്രയല്ലേ ദിവസമുള്ളൂ. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം. അതിന് ചെക്കനെവിടെ? എൻ്റെ പപ്പ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ കേണി നടപ്പൂ? എന്തോന്ന്? അതായത് പപ്പയുടെ ആത്മാർത്ഥ കൂട്ടുകാരൻ്റെ മകൻ ഡോക്ടർ അഭിമന്യു. അങ്ങേരെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ. എനിക്ക് അങ്ങേരെ കിട്ടിയാൽ മതി. ദേവു, നീ എന്തൊക്കെയായി പറയുന്നത്? അയാളൊന്നും നടുങ്ങി. അല്ല ദേവു, ശരിക്കും നിനക്ക് സ്വാമിനി പറഞ്ഞിട്ട് തന്നെയാണോ കല്യാണം കഴിക്കണം എന്ന ആഗ്രഹം വന്നത്, അതോ അബിയെ കണ്ടിട്ടോ? രണ്ടും ആണെന്ന് പറയാം. പിന്നെ ഒരു ഡോക്ടറെ കെട്ടുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് ആ സ്വാമിനി എടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് വെച്ചടി കയറ്റുണ്ടാവത്രേ. അങ്ങേരെ കെട്ടിയാ ഞാൻ നന്നായിക്കോളാം. പപ്പ ഉറപ്പ്, പ്ലീസ് പപ്പ ഡോക്ടറോട് ഇക്കാര്യം ഒന്ന് പറയോ? പപ്പ എന്ത് പറഞ്ഞാലും അങ്ങേരെ കേൾക്കുന്നല്ല പറഞ്ഞ്. ദേവു പപ്പയുടെ കവിളി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മോളെ, നിന്നെ കെട്ടാൻ ഞാൻ എങ്ങനെയാ അവനോട് പറയാ? എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഇതില്ലേ? അതൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് അഭിയേട്ടനെ കെട്ടിയാൽ മതി, ഇല്ല ഞാൻ ചത്തുകളയും. മോളെ, പപ്പ. എന്താ? അല്ല, പപ്പ എന്തിനാ വിളിച്ചത്? ആ ഒരു ഫ്ലോയിൽ ഞാൻ വിളിച്ചു പോയതാ. അല്ല മോളെ, നീ പറഞ്ഞ ഈ സ്വാമിനിയെ എവിടെ പോയാൽ കാണാൻ പറ്റും? ഹരിദ്വാറിൽ. അവരപ്പം തന്നെ ഹരിദ്വാറിലേക്കുള്ള ബസ്സിൽ കയറിപ്പോയില്ലേ? ഹരിദ്വാറിലേക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. അവരെന്നോട് അങ്ങനെയാ പറഞ്ഞേ. പിന്നെ ഉണ്ടല്ലോ പപ്പ ഇക്കാര്യം അഭിയേട്ടനോട് സൂചിപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും എനിക്കിതിൽ താല്പര്യമുണ്ടെന്ന കാര്യം അറിയാൻ പാടില്ല. പപ്പയുടെ ഒരു ആഗ്രഹം പോലെ സൂചിപ്പിച്ചാൽ മതി. ഞാൻ ചെറുതായി സൂചിപ്പിക്കാം, പക്ഷെ നിർബന്ധിക്കില്ല. നിർബന്ധിക്കണം, ഉറപ്പായി നിർബന്ധിക്കണം. അല്ലാതെ പിന്നെ എങ്ങനെയാ? അല്ല മോളെ, നമുക്ക് മറ്റൊരു ഡോക്ടറെ നോക്കിയാൽ പോരെ? പപ്പയ്ക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, ഞാനും എൻ്റെ മമ്മിയെ പോലെ മരിച്ചോട്ടെ. അല്ലെങ്കിലും എൻ്റെ മനസ്സ് കാണാൻ ഇവിടെ ആരുമില്ല. എൻ്റെ മമ്മി ഉണ്ടായിരുന്നേ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. മമ്മി, ഐ മിസ് യു മമ്മി. എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കി പോയത്? റിയലി ഐ മിസ് യു. അവസാനം ദേവു സെൻറ്റിയിൽ കയറി പിടിച്ചതും ദേവൻ അതിൽ വീണു. അബിയെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞു അവൾക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു.